ദൈവത്തിന് സ്തുതി. നിങ്ങൾ എല്ലാവരെയും എഫാത്തയുടെ ഒരു പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നിങ്ങളുടെ കൂടെ ഒരു ചെറിയ ചിന്ത പങ്കുവയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഈ നോമ്പ് കാലത്ത് നിങ്ങൾ ഉബണ്ടു തിയറി എന്ന് കേട്ടിട്ടുണ്ടോ? ഞാൻ ഈ ഇടയാണ് ഈ തിയറിയെ പറ്റി കേട്ടത്. എനിക്ക് ഭയങ്കരമായിട്ട് അട്രാക്റ്റീവും ഭയങ്കരമായിട്ട് മോട്ടിവേഷനായിട്ട് തോന്നിയ ഞാൻ ഈ വാക്കിനകത്ത് ഒരു കഥയിലും കൂടെ അവതരിപ്പിക്കാം. ഈ കഥ നടന്ന ഒരു ആഫ്രിക്ക എന്ന രാജ്യത്താണ്. ഓക്കെ, അവിടെ ഒരു പാസ്റ്റർ ഉണ്ടായിരുന്നു. പാസ്റ്റർ ഒരു ദിവസം എല്ലാ പിള്ളേരെയും കൂട്ടിയിട്ട് പറഞ്ഞു, നിങ്ങൾ ഒരു മത്സരം വയ്ക്കാന്ന് പറഞ്ഞു. എന്നിട്ട് ഗ്രൗണ്ടിലേക്ക് കൊണ്ടുപോയി. എന്നിട്ട് ഗ്രൗണ്ടിൽ ഒരറ്റത്ത് പിള്ളേരെ നിരയായിട്ട് നിർത്തി. എന്നിട്ട് വേറൊരു അറ്റത്ത് ഒരു മിഠായിയുടെ പെട്ടി വെച്ചു. എന്നിട്ട് പാസ്റ്റർ പറഞ്ഞു, ആരാണ് ആദ്യം മിഠായി പെട്ടിയുടെ അടുത്ത് എത്തുന്നത് അവർക്ക് ഞാൻ ഈ മിഠായി പെട്ടി സമ്മാനമായിട്ട് തരും. ഓക്കെ, അപ്പൊ പാസ്റ്റർ നിർത്തി പിള്ളേര് പാസ്റ്റർ വിസിലടിച്ചു. അപ്പൊ ആ മത്സരം കണ്ട് പാസ്റ്റർ ഒന്ന് ഞെട്ടി. എന്താ നോക്കുമ്പോ എന്താ മനസ്സിലാവുന്ന വെച്ചാൽ എല്ലാ പിള്ളേരും കൈ കൊടുത്തേക്കാണ് തമ്മില്. എന്നിട്ട് ഒരുമിച്ചാണ് ഓടണേ. അവര് ഫിനിഷ് ലൈനും അവർ ഒരുമിച്ച് ക്രോസ് ചെയ്തു. ആ പെട്ടി എല്ലാവർക്കും ഒരുമിച്ച് കൊടുത്തു, ഒറ്റ സമ്മാനമായിട്ട് കൊടുത്തു. പാസ്റ്റർ ഭയങ്കര സന്തോഷമായിരുന്നു. പാസ്റ്റർ ചെന്ന് ചോദിച്ചു പിള്ളേരോട്, പിള്ളേർ നിങ്ങൾ എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്തേ? ഒരാൾക്ക് ജയിക്കാൻ ആഗ്രഹം ഉണ്ടാവില്ലേ? അപ്പൊ പിള്ളേർ പറഞ്ഞു, പിള്ളേർ ഒറ്റ വാക്കിലെ മറുപടി പറഞ്ഞു, ഉബണ്ടു. ഉബുണ്ട് എന്ന വാക്കിനകത്ത് ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ഐ ആം ബിക്കോസ് വി ഓൾ ആർ. കുറെ ചിന്തിക്കാൻ പറ്റുന്ന ആ വാക്കാണ് അത്. ഐ ആം ബിക്കോസ് വി ഓൾ ആർ. നമ്മൾ പലപ്പോഴും സക്സസിലെത്തുമ്പോ ഈ വാക്കൊന്ന് മാറ്റും. ചിലപ്പോ നമ്മള് പറയും ഐ ആം ബിക്കോസ് ഓഫ് മീ. അതാണ് നമുക്ക് മാറ്റേണ്ടത്. നമ്മള് ഓരോ സക്സസിലെത്തുമ്പോഴും അതിന്റെ പുറകില് പ്രവർത്തിച്ച കുറെ ആൾക്കാരുണ്ടാവും. ചിലപ്പോ നമ്മുടെ ശതമാനം നമ്മള് ഇട്ട എഫേർട്ട് കൂടുതലായിരിക്കും, അത് വാസ്തവം. പക്ഷെ ഇപ്പൊ ഒരു 100% എത്താൻ 80% കിട്ടിയാൽ പോരാ, 20% കൂടി വേണമല്ലോ, എന്നാലും 100% ആവുള്ളൂ. ഇപ്പൊ ഒരു ക്രിക്കറ്റ് സ്പോർട്സ് എടുത്തോ. ആ ക്രിക്കറ്റ് സ്പോർട്സിൽ ഗ്രൗണ്ട് ക്ലീനിങ് സ്റ്റാഫ് തൊട്ട് ആ ക്രിക്കറ്റ് കളിക്കുന്ന ആൾക്കാർ വരെ അവരുടെ ജോലി ചെയ്താലേ ആ ഒരു കളി നന്നായിട്ട് നടക്കത്തുള്ളൂ, അല്ലെങ്കിൽ കളി നടക്കത്തില്ല. എവറി പാർട്ട് ഇസ് വെരി ഇമ്പോർട്ടന്റ്, അല്ലെ? ഇപ്പൊ നമ്മൾ നോക്കുമ്പോ ദൈവത്തിന് വേണമെങ്കിൽ ആദമിനെ മാത്രം സൃഷ്ടിച്ചാൽ മതിയായിരുന്നു. പക്ഷെ ദൈവത്തിന് അറിയായിരുന്നു ഈ ലോകത്തിൽ ജയിക്കുവാൻ, അല്ലെങ്കിൽ ലോകത്തിൽ ജീവിക്കുവാൻ ഒരു തുണ വേണം, അല്ലെ? We need to coexist. We can't survive this world alone. We need to coexist. നമ്മൾ ജസ്റ്റ് ചുമ്മാ ഒരു ദിവസം നോക്കിയാൽ മതി, ഒരു ഡേ, നമ്മുടെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നോക്കിയാൽ മതി. നമ്മളെപ്പോഴും ആരുടെങ്കിലും കൂടെ ഉണ്ടാവും. നമ്മൾ ഒറ്റയ്ക്കായിരിക്കില്ല. ചില സമയത്ത് ഒറ്റയ്ക്കായിരിക്കാം, പക്ഷെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നമ്മുടെ കൂടെയോ, നമ്മുടെ ഫോൺ ചാറ്റിലോ അല്ലെ വാട്സാപ്പിലോ ആരെങ്കിലൊക്കെ നമ്മുടെ കൂടെ ഉണ്ടാവും. ഒരു സംസാരത്തിലോ അല്ലെങ്കിൽ നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലത്തോ കൊലീഗ്സ് ആയിട്ടോ നമ്മൾ എപ്പോഴും ആരുടെങ്കിലും ഒക്കെ സഹവാസത്തിലായിരിക്കും, അല്ലെ? അതാണ് കോ എക്സിസ്റ്റ് ചെയ്യാണ് നമ്മള്. ഞാനപ്പോ ഈയിടെ ഇപ്പൊ നോക്കുന്നു, നമ്മളിപ്പോ കഴിക്കുന്ന ആഹാരം, അല്ലെ? ആ ആഹാരം ആരോ ഒരു കൃഷിക്കാരൻ എവിടെ കൃഷി ചെയ്ത് നമുക്ക് തന്നതാണ്, അല്ലെ? നമുക്ക് അറിയത്തില്ല അതിന് സോഴ്സ്. ഇപ്പൊ നമ്മൾ ഇടുന്ന തുണി ആരോ ഒരു ടൈലർ തയ്പ്പിച്ച, അല്ലെ? അപ്പൊ ഈ ലോകത്തിൽ എല്ലാ റോളും വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ ചിലപ്പോൾ നമ്മുടെ റോൾ ചിലപ്പോൾ ചെറുതായിരിക്കും നമുക്ക് വിചാരിക്കാം, പക്ഷെ ആ റോളും വളരെ ഇമ്പോർട്ടന്റ് ആണ്. വേറൊരാളുടെ ലൈഫിൽ അത് ഇമ്പോർട്ടന്റ് ആയിരിക്കും, നമുക്ക് അറിയാൻ പാടില്ല. നമ്മളെല്ലാവരും ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ഈയിടെ ഞാനൊരു പേര് കേട്ടു, യുസ്ര മാർദിനി. യുസ്ര ഒരു സിറിയക്കാരത്തിയാ. നമ്മൾ സിറിയ എന്ന വാക്ക് കേൾക്കുമ്പോൾ നമുക്കറിയാം യുദ്ധം, അല്ലെ? അപ്പൊ യുസ്ര എന്ത് ചെയ്തു? യുസ്ര ഒരു യുദ്ധനാട്ടിൽ ജനിച്ച ആളാണ്. അവിടെ നിന്ന് പുള്ളിക്കാരത്തി ജർമ്മനിയിൽ ഒരു റെഫ്യൂജി ആയിട്ട് എത്തി. എന്നിട്ട് അവിടെ നിന്ന് അവർ ഒളിമ്പിക്സിൽ പങ്കെടുത്തു. 2016 റിയോ ഒളിമ്പിക്സിൽ പങ്കെടുത്തു.
ആ ഒരു ട്രാവൽ ലോഗ് അല്ലെങ്കിൽ നമ്മൾ ആ ജേർണി നോക്കിയാൽ സിറിയ തൊട്ട് ജർമ്മനി വരെ അല്ലെങ്കിൽ ഒളിമ്പിക്സ് വരെ ട്രാവൽ നോക്കിയാൽ അല്ലെ ആ ഒരു ആ ഒരു ഒരു സിനിമ പോലെ ആയിരിക്കും അല്ലെ, ഒരു ആക്ഷൻ, ഒരു ട്രാജഡി നിറഞ്ഞ ഒരു സിനിമ പോലെ ആയിരിക്കും. അത്ര കറേജിയസും അത്ര എന്താ പറയാ അത്ര ഡിറ്റർമൈൻഡ് ആണ് പുള്ളിയാർത്തി. അതുകൊണ്ടാണ് അവൾക്ക് അവിടെ വരെ എത്തിയാൻ പറ്റിയത്. പക്ഷെ ഈ കാര്യത്തിൽ ഞാൻ ഒരു ഹൈലൈറ്റ് ഉദ്ദേശിക്കുന്നത് പുള്ളിയാർത്തിനെ സപ്പോർട്ട് ചെയ്ത ആൾക്കാരെയാണ്. ഇപ്പൊ ജസ്റ്റ് നോക്കിയാൽ ആ യുദ്ധഭൂമി സിറിയയില് പുള്ളിയാർത്തിനെ പ്രൊട്ടക്ട് ചെയ്തത് അല്ലെ, ചുറ്റും യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്, പ്രൊട്ടക്ട് ചെയ്തത് അവളുടെ പാരന്റ്സ് അല്ലെ, അവളുടെ ആ യുദ്ധ സാഹചര്യത്തിലും അവളെ സ്വിം ചെയ്യാൻ ട്രെയിൻ ചെയ്ത അവളുടെ അച്ഛൻ തന്നെയായിരുന്നു അവളുടെ ട്രെയിനർ അല്ലെ. ആ എന്താ പറയാ അവളുടെ ചേച്ചി അവളൊരു സ്വിമ്മറായിരുന്നു, ആ സപ്പോർട്ട് അല്ലെ. എന്നിട്ട് ജർമ്മനിയിൽ എത്തുമ്പോ അവിടെ ട്രെയിനർ കിട്ടി, ആ ട്രെയിനറാണ് അവളെ ഒളിമ്പിക്സ് വരെ എത്തിച്ചത്. ഓരോരോ പോയിന്റിലും ഒരു ബ്രേക്ക് പോയിന്റിൽ ഒരു പോയിന്റ് ഓഫ് സപ്പോർട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് യൂസറയ്ക്ക്. അതുകൊണ്ടാണ് ആ നെക്സ്റ്റ് ഒരു ലെവലിലേക്ക് യൂസറയ്ക്ക് പോകാൻ പറ്റിയത് അല്ലെ. നമ്മള് ഇപ്പൊ നമ്മളെ പറ്റി ചിന്തിച്ചാലും നമ്മളെ പലപ്പോഴും നമ്മുടെ ജസ്റ്റ് ഒന്ന് ബാക്കോട്ട് നോക്കിയാൽ ആ ഒരു പോയിന്റ് ഇവിടെ വരെ നമ്മളെ ആരെങ്കിലുമൊക്കെ ഒന്ന് പുഷ് ചെയ്തിട്ടുണ്ടാവും, ഒന്ന് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവും. ഒരു വാക്കുകൊണ്ടായിരിക്കും അല്ലെ, ഫിനാൻഷ്യൽ സപ്പോർട്ട് ഉണ്ടായിരിക്കും, എങ്ങനെയെങ്കിലും ആവാം. ആ ഒരു സപ്പോർട്ട് ഉണ്ടായതുകൊണ്ടാണ് നമ്മള് ഇവിടെ വരെ എത്തിയത്. യുസ്രയുടെ ലൈഫ് അതുപോലെയായിരുന്നു. ഓരോരോ ജംഗ്ഷൻ, ഓരോ ബ്രേക്ക് പോയിന്റിലും അവളെ സപ്പോർട്ട് ചെയ്യാൻ ഓരോ ആൾക്കാരുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു ബ്രേക്ക് പോയിന്റ് കടക്കാൻ വേണ്ടിയിട്ടാണ് ആ സപ്പോർട്ട് വേണ്ടത് അല്ലെ. നമ്മൾ എപ്പോഴും നമ്മൾ ഒരു കാര്യം ആലോചിക്കുക, നമ്മുടെ ജീവിതത്തിൽ ആരെങ്കിലുമൊക്കെ നമ്മൾ സപ്പോർട്ട് ചെയ്യാനുണ്ടാവും. എപ്പോഴും ഈ വാക്ക് ഓർക്ക ഉബണ്ടു, I am because we all are.